അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കണോ, അവനവനിലേക്ക് ശ്രദ്ധിക്കണം, നിങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ പിന്നെ ഉപാസന ചെയ്ത് ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. എന്താ ഉറപ്പിക്കേണ്ടത്? ഭാഗവതം എന്താണ്? നമ്മുടെ മുന്നിലൊരു ചിത്രം വേണം. നമ്മുടെ ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലെ ഒരു ഗ്രന്ഥത്തിൽ നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ടോപ്പ് വേദങ്ങൾ എന്ന് പറയുമ്പോൾ പല മഠങ്ങളിലായി, പല ഗുരുകുലങ്ങളിലായി വ്യാപിച്ചിരുന്ന വേദശാഖകളെ വേദവ്യാസ മഹർഷി അതെല്ലാം കലക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ വേദവ്യാസ മഹർഷിക്ക് മുമ്പും ഈ സംസ്കാരമുണ്ട്. അല്ലാതെ വേദവ്യാസ മഹർഷി നല്ല തുടങ്ങിയത്. അന്ന് ഓരോരോ ഗുരുകുലത്തിൽ, ഞാൻ പറഞ്ഞു കേട്ടുള്ളത്, ഇന്ന് പാകിസ്ഥാൻ കൈവശമിരിക്കുന്ന നമ്മുടെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ആർക്കെങ്കിലും അറിയില്ല, ശ്രീനഗറിന് അടുത്ത്. അതിനെ ശാരദാപീഠം എന്ന് പറയും. ഇതാണ്. അപ്പോൾ എത്രയോ കാലം മുമ്പ്, വ്യാസഭഗവാന് മുമ്പ് തന്നെ അവിടെ ആയിരക്കണക്കിന് വിദേശത്തുനിന്ന് പോലും കുട്ടികൾ വന്ന് ഭാരത സംസ്കാരം പഠിക്കുമായിരുന്നു. അവിടെ താന്ത്രികമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ശിവ ആരാധനകൾ, അങ്ങനെ പലതും, ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ആളുകൾ വന്ന് പഠിക്കുമായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി പോലെയായിരുന്നു നമ്മുടെ ഓരോ ഗുരുകുലങ്ങൾ എന്ന് പറയുമ്പോൾ. നിങ്ങൾ തക്ഷശില, നളന്ദ എന്നൊക്കെ കേട്ട് കാണും അല്ലേ? ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള സംസ്കൃതി, ഇതിനെന്ത് ചെയ്തു? വ്യാസഭഗവാന് മനസ്സിലായി ഇത് ഓരോ ആശ്രമങ്ങളിൽ നിന്നാൽ ശരിയാവില്ല. ഇതിനെല്ലാം ശിഷ്യന്മാരെ കൊണ്ട് ആ മന്ത്രസംഹിതകൾ എടുത്ത് കളക്ട് ചെയ്ത് അദ്ദേഹം വേദത്തെ 3 ഡിവൈഡ് ചെയ്തു. ഇതിനെ പറയാ കർമ്മകാന്ഡം, അതായത് കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മന്ത്രം. പിന്നെ ഉപാസനാകാന്ഡം, സൂക്തങ്ങൾ, പുരുഷ സൂക്തം എന്നൊക്കെ കേട്ടില്ലേ, ഈ സൂക്തങ്ങളൊക്കെ, അതിന് ഉപാസനാകാന്ഡം. 3-മത്തത് ജ്ഞാനകാന്ഡം. ഏതൊക്കെയാണ്? കർമ്മം. ഇപ്പം നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ യജ്ഞങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, അതെല്ലാം കർമ്മകാന്ഡങ്ങൾ. ഇപ്പം ഗുരുവായൂരിലൊക്കെ വന്നാൽ നിങ്ങൾ ഓത്ത് കേൾക്കാറുണ്ട് അല്ലേ? അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്ന സൂക്തങ്ങളാണ്. അതിൻ്റെ അകത്ത് അർത്ഥമുണ്ട്. പുരുഷ സൂക്തം, ഇങ്ങനെയൊക്കെയുള്ള സൂക്തങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. 3-മത്തതാണ് ഇത് ഉപനിഷത്തുക്കൾ. ഉപനിഷത്തുക്കൾ നമുക്ക് എത്ര ഉണ്ടെന്നറിയോ? 108ഓളം ഉപനിഷത്തുണ്ട്. എത്രണ്ണം? ഈ 108 ഉപനിഷത്തുക്കൾ എവിടെ എഴുതി വെച്ച്, ഇത് എഴുതിയത് വേദവ്യാസ മഹർഷിയല്ല. ഇതെവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഇതെല്ലാം ഇപ്പം എവിടെയുള്ളത്? ഭാഗവതത്തിലാണോ? വേദത്തിലാണ്. എവിടെയാണ്? വേദത്തിലാണ്. അപ്പം 4 വേദങ്ങളിലായി ഈ 108 ഉപനിഷത്തുക്കളെ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം വേദം എന്ന് പറഞ്ഞാൽ കേവലം നിങ്ങൾ മന്ത്രം എന്ന് വിചാരിക്കരുത്. അതിനകത്ത് മന്ത്രങ്ങൾ, അതുപോലെ സൂക്തങ്ങൾ കൂടെ വരണം നിങ്ങൾ. ലാസ്റ്റ് ഭാഗം ഉപനിഷത്തുക്കൾ. ഈ 108 ഉപനിഷത്തുകൾ 4 വേദങ്ങളിലായി ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അതിൽ 10 ഉപനിഷത്താണ് വളരെ പ്രസിദ്ധമായ ഉപനിഷത്ത്, ദശോപനിഷത്ത് എന്ന് പറയും. അതിനാണ് പിൽക്കാലത്ത് ആചാര്യസ്വാമികൾ, ആദിശങ്കരാചാര്യസ്വാമികൾ കമൻട്രി എഴുതിയത്. എത്ര ഉപനിഷത്തുക്കൾക്ക്? 10 ഉപനിഷത്തുക്കൾക്ക്. അതിലേതെങ്കിലും ഒരു ഉപനിഷത്തിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. അതും ഒരു ഉപനിഷത്തിലെ പ്രസിദ്ധമായ മന്ത്രമാണ് നമ്മുടെ ഒരു വലിയ ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഏത് ക്ഷേത്രത്തിൽ എഴുതി വെച്ചിരിക്കണോ? ശബരിമലയിൽ. അത് തത്വമസി എന്ന് പറയുന്നത് ഏത് ഉപനിഷത്തിന് എടുത്താന്ന് അറിയും നിങ്ങൾക്ക്? ഏത് ഉപനിഷത്തിനെടുത്താണ്? ചാന്തോക്യോപനിഷത്തിൽ നിന്ന്. ഏതിൽ നിന്നാണ്? ചാന്തോക്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിൽ വരുന്നതാണ് ഈ തത്വമസി. ഒരു അച്ഛനും മകനും. അച്ഛൻ്റെ പേരൊക്കെ അറിയോ നിങ്ങൾക്ക്? മകൻ്റെ പേരൊക്കെ അറിയോ? അച്ഛൻ്റെ പേര് ഉദ്ദാലകൻ, മകൻ്റെ പേര് ശ്വേതകേതു. ഇപ്പൊ ഉദ്ദാലകൻ എന്ന് പറയുന്ന അച്ഛൻ ശ്വേതകേതു എന്ന് പറയുന്ന പുത്രൻ ഉപദേശിക്കുന്ന മന്ത്രാണ് ഏത്? തത്വമസി എന്നുള്ളത്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടൊന്നല്ല പോകുന്നത്. എല്ലാവരും പോകുന്ന പുറകിൽ അങ്ങനെ പോകണു. കെട്ടി ശബരിമലയ്ക്ക് കെട്ടുന്നത് വരെ പോകണം. ഒരു ദിവസം നമ്മളെ കെട്ടിയെടുക്കും, അത് വേറെ കാര്യം. അങ്ങനെ വിളിച്ചു പോകുന്ന സമയത്ത്
കർപ്പൂരദീപം സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, എല്ലാ സ്വാമിക്ക്. ഇപ്പം വിളിക്കുമ്പം കല്ലും മുള്ളും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് സ്വാമിക്ക് ഇരിക്കട്ടെ എന്ന്. ഇനിയിപ്പോൾ അതായിട്ട് എന്തിനാപ്പം നമ്മളെടുക്കണത്? ഇതൊക്കെ ഇപ്പം സ്വാമിക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ഇതപ്പം നമ്മുടെ ഭക്തി. ഇപ്പം ആരെടുത്താൽ നമുക്കെന്ത്? പോകുമ്പോൾ മസാല ദോശയും കഴിക്കണം, പിന്നെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചുളിവിൽ ദർശനവും കിട്ടി, ശബരിമലയിൽ നിന്ന് അപ്പവും വാങ്ങിച്ച് അരവണയും വാങ്ങിച്ച് പോന്നാൽ ഭക്തി സമ്പൂർണം. അതാണ് ഇപ്പം നമ്മുടെ ഹിന്ദുവിൻ്റെ ഭക്തി എന്ന് പറയുന്നത്. പോട്ടെ, അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഉപനിഷത്തുക്കളും ഒക്കെ അടങ്ങിയ വേദത്തെ പിന്നീട് അതിൽ നിന്ന് അതിൻ്റെയൊക്കെ ഒരു സാരാംശം കൊണ്ട് ഇതിനെ കഥാരൂപത്തിൽ ആവിഷ്കരിച്ചതാണ് മഹാഭാരതം. ആ മഹാഭാരതത്തിൻ്റെ പിന്നിലും ചില സന്ദേശങ്ങളുണ്ട്. അപ്പം ആ മഹാഭാരതത്തിൽ വരുന്ന അതിഗംഭീരമായൊരു ഭാഗമാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന ഭഗവത്ഗീത. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ തട്ടായിട്ട് നമുക്ക് ഇതിഹാസങ്ങൾ എന്ന് പറയും. മഹാഭാരതവും അതിനു മുമ്പ് എഴുതിയിട്ടുള്ള വാത്മീകി മഹർഷി തന്നിട്ടുള്ള രാമായണവും. പിന്നീട് മൂന്നാമത്തെ ഒരു തട്ടിലാണ് നമുക്ക് പുരാണങ്ങൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം ഇത്ര പുരാണങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 പുരാണങ്ങളുണ്ട്. അതിൽ 18ാമത്തെ പുരാണമാണ് ഇത് ഭാഗവതം. അതിൻ്റെ പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകരണ ഗ്രന്ഥങ്ങളാണ്. അതായത് നമുക്ക് അനവധി മഹാന്മാർ തന്നിരിക്കുന്ന കൃതികൾ, ഇപ്പോൾ പൂന്താനത്തിൻ്റെ കൃതി, എഴുത്തച്ഛൻ്റെ കൃതികൾ, ശങ്കരാചാര്യസ്വാമികളുടെ കൃതികൾ, നാരായണ ഗുരുദേവന്റെ കൃതികൾ, ഇങ്ങനെയുള്ള ഗുരുക്കന്മാരാൽ തന്നിരിക്കുന്ന കൃതികളെയൊക്കെ വിളിക്കുന്ന പേര് പ്രകരണ ഗ്രന്ഥങ്ങളാണ്. അതായത് ഈ ശാസ്ത്രം മനസ്സിലാക്കാൻ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് മനസ്സിലാക്കാൻ സഹായകരമായ കൃതികൾ. അപ്പം നോക്കൂ, നമ്മുടെ എത്ര പുസ്തകങ്ങളാണ് നോക്കൂ. വേദം, അതിൽ 108 ഉപനിഷത്ത്, ഇതിഹാസങ്ങൾ 2, പുരാണങ്ങൾ, പിന്നെ ഉപപുരാണങ്ങളുണ്ട്, പറയാൻ പോയ ഇനിയുണ്ട്, പിന്നെ നമുക്ക് പ്രകരണ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ വലിയൊരു പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് ഹിന്ദുമതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത വെച്ചാൽ ഈ പുസ്തകങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചെങ്കിലും അവതരിപ്പിക്കുന്ന സത്യം ഏകം സത് വിപ്ര ബഹുദാ വദന്തി. പറയൂ, ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ഒന്ന് പറയൂ എല്ലാവരും. വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ, ആചാര്യന്മാര് ബഹുദ, പല രീതിയിൽ അവരെന്ത് ചെയ്തിരിക്കണു, പറഞ്ഞിരിക്കും. പറയാനുള്ള കാര്യം ഇവിടെ വന്നില്ല, പറഞ്ഞ് അവതരിപ്പിക്കുന്ന കാര്യം ഒറ്റ കാര്യമാണ് പറഞ്ഞ് മനസ്സിലാക്കി തരാള്. പക്ഷെ അത് പല രീതിയിൽ നമുക്ക്, അതായത് നാരായണ ഗുരുദേവൻ പറഞ്ഞതും എഴുത്തച്ഛൻ പറഞ്ഞതും ആദിശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതും ഭാഗവതത്തിൽ പറയുന്നതും ഉപനിഷത്തിൽ പറയുന്നതും എല്ലാം ഇത് മനസ്സിലാക്കണം. പറയാനുള്ളത് ഒരൊറ്റ സത്യത്തെക്കുറിച്ചാണ്. ആ സത്യം നമുക്ക് പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ വെള്ളത്തെ ഓരോ നാട്ടുകാര്, കേരളീയര് മലയാളത്തിൽ വെള്ളം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ അതിനെ തണ്ണി എന്ന് പറയും, അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ പാനി എന്ന് പറയും, നീരു എന്ന് പറയും. പക്ഷെ സംഗതിയെല്ലാം ഒരേ സാധനം തന്നെയാണ്. അത് നമുക്കൊരു സംശയമില്ല. ഇതുപോലെയാണ് സത്യം. അപ്പം അതുകൊണ്ട് ഇവിടെ 18ാമത്തെ പുരാണമാണ് ഇത് നമ്മളിവിടെ കാണുന്ന ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകങ്ങൾ ഉണ്ട് എന്നാണ്. പക്ഷെ അത്രയൊന്നുമില്ല, അതിൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ജനറലി പറയാം 18,000 ശ്ലോകങ്ങളുള്ള 18ാമത്തെ പുരാണം. എന്താണ് ഈ ഭാഗവത പുരാണത്തിലൂടെ വ്യാസഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്? ഈ ഭാഗവതത്തിൻ്റെ മോട്ടോ എന്താണ്? അത് ആദ്യത്തെ പ്രഥമ ശ്ലോകത്തിൽ തന്നെ വ്യാസഭഗവാൻ പറയുന്നു, ജന്മാദ്യസ്യ യഥോന്വയാദിതരതച്ച അർത്വേഷഭിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മഹൃദായാദികവേ മുഖ്യന്തിയൽ സൂരയ തേജോ വാരിമതാമിതാ വിനിമയോ എത്ര ത്രിസർഗോംഷ. അടുത്ത വരിയിൽ പറയാണ്, ധാമനാസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഈ വാക്കെല്ലാവരും ഒന്ന് പറയണം, സത്യം പരം ധീമഹി. എന്താ അർത്ഥം? പരമമായ പരം സത്യം ധീമഹി. നേരത്തെ ഗായത്രി മന്ത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ഗായത്രി മന്ത്രത്തിലും ധീമഹി, ധീമഹി എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾ ധ്യാനിക്കുന്നു, ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അതിനെ അറിയുന്നു. ഏതിനെയാണ് അറിയേണ്ടത്? പരം സത്യം. ഏതിനെ അറിയേണ്ടത്?
പരമമായ സത്യം. ശ്രദ്ധിക്കണേ ഈ പറയുന്നത്. അതായത് ജീവിതം നമുക്ക് ഇപ്പോൾ സത്യമാണ്. ഇന്നിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്, അല്ലേ? ആണോ? അല്ല. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോർച്ചറി കൊണ്ടുവരേണ്ടവരാ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും പലരും സമാധിയിലാണ്, അത് വേറെ കാര്യം. അത് ചൂടിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. അപ്പോ കാരണം ചൂട് തലയ്ക്ക് കയറിയ ഉറക്കം വരും ചിലർക്ക്. അത് നല്ലതാണ്, കാരണം വീട്ടിലോ കടന്നുറങ്ങില്ല, അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും ഉറങ്ങാൻ പറ്റുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്. ഇനി മരിക്കുന്നത് വരെ ജീവിക്കുന്നുള്ളതൊരു കാര്യം ഉറപ്പാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ആ മരിക്കുന്നത് വരെ എങ്ങനെയായിരിക്കും ജീവിതം എന്നതൊരു ഉറപ്പുണ്ടോ നമുക്ക്? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ നന്നായി എനിക്കിത് പറഞ്ഞു തരണം. എന്തൊക്കെയാണ് വരിക, എന്തൊക്കെ നേരിടേണ്ടി വരും, എങ്ങനെയൊക്കെയായിരിക്കും, വല്ല പിടിയുണ്ടോ? അതൊന്നും മിണ്ടാത്തത്. ഒരു പിടിയുള്ളത് പൂന്താനത്തിന്റെ വരികളാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, അതുറപ്പാണ്. പിന്നെ പറയുന്നത് കണ്ടു കണ്ട ജനങ്ങളെ, അതും ഉറപ്പാണ്. ആ കോവിഡ് വന്നപ്പോൾ കുറെ കണ്ടു നമ്മള്, അല്ലേ? കണ്ടെങ്കിൽ ഇരുന്ന സമയത്ത് കുറെ പേരെ കണ്ടില്ലെന്നോ നടിക്കുന്നതും ഭഗവാൻ നടിക്കല്ല, ശരിക്കും സംഭവിച്ചത്. പിന്നെ നമ്മൾ കാണുന്നത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, അതും നമുക്കറിയാം. ഈ തടിക്ക് എപ്പോഴാ വിനാശം അതും അറിയില്ല. ഉണ്ടോ? പിന്നെയാണെങ്കിൽ പൂന്താനം വീണ്ടും പറയുന്നു, 2-4 ദിനം കൊണ്ടൊരുത്തനെ ലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, വരികളൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇതാണ്, നാളെ എന്ത് വരും എന്നറിയില്ല. നമുക്കൊരു അൺസർട്ടനിറ്റിയാണ്, ഒരു വ്യക്തതയില്ല. എന്നാൽ ഇവിടെ നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു കാര്യം കാണിച്ചു തരികയാണ്. അതെന്താണത്? നാളെ എന്തു വന്നാലും അത് നമ്മളെ തളർത്താതെ, നമ്മുടെ മാനസികമായ നിലവാരത്തെ ഒട്ടും അസ്വസ്ഥമാകാതെ അതിലൂടെ കടന്നു പോവാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മറികടക്കാൻ അതിനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണോ? അതാണ് ചോദ്യം. എന്തു വരുന്നു നമുക്കറിയില്ല, പക്ഷെ വരുന്നതിനെ നേരിടാൻ മരിക്കുന്നത് വരെ പ്രാപ്തമാകുന്ന ഒരു മനസ്സ് വേണോ? പറയൂ, വേണം. അപ്പൊ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നിപ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അമ്പലത്തിൽ പോയൊക്കെ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലത് വരണേ, നല്ലത് വരണേ, നല്ലത് വരണേ, നല്ലത് വരണേ എന്നാണ്. ആണോ? ആരെങ്കിലും ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരണേന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കൈ പൊക്കുന്ന കാണട്ടെ. കുന്തി ദേവി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അല്ല, നമ്മളാരെങ്കിലും അത് പറയുമോ? നമ്മളൊക്കെ ആരെങ്കിലും ഇപ്പൊ ലോകാസമസ്ത സുഖിനോ ഭവന്തു അങ്ങനെ സപ്താഹത്തിലൊക്കെ വന്നടിക്കും. ഗുരുവായൂരപ്പന്റെ മുന്നിലെത്തിയാൽ ലോകവും ഇല്ല, സമസ്തവും ഇല്ല. പിന്നെ ഈ പറയാ ഞാൻ എൻ്റെ കെട്ടിയോളും ഓളോ കുട്ടിയോളും മാത്രം എങ്ങനെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെടണം, ഞങ്ങളെയൊക്കെ കാര്യം നോക്കണം എന്നാ. അങ്ങനെയല്ലേ? ലോകം മുഴുവൻ നന്നാവട്ടെ എന്ന് പറഞ്ഞ് പുഷ്പാഞ്ജലി ചെയ്തിട്ടുള്ളവരൊന്ന് കൈപൊക്കൂ. 2-3 അമ്മമാര് ഇതൊക്കെ കേട്ടതിന് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളതൊക്കെ സ്വന്തം കാര്യം സിന്ദാബാദാണ്. ആണോ? കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഭഗവാൻ നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നാൽ ജീവിതം നന്നാവുക. പക്ഷെ സത്യത്തിൽ ഇവിടെ ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ എന്തൊക്കെ നിങ്ങൾ നല്ലതാവണമെന്ന് പ്രാർത്ഥിച്ചാലും കാലത്തിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതൊരിക്കൽ നിങ്ങൾക്ക് ക്ലിയർ ആയാൽ നാളെ എന്തു വരും എന്നുള്ളതല്ല, വരുന്നതിനെങ്ങനെ നേരിടാൻ സാധിക്കും, അതല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏതാ പ്രാധാന്യം കൊടുക്കേണ്ടത്? വരുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നോ, വരുന്നതിനെ നേരിടുന്നതിന് പ്രാധാന്യം കൊടുക്കണോ? ഏതാ വേണ്ടത്? അപ്പൊ ഇവിടെ 2 സത്യങ്ങളുണ്ട്.
ഒന്നാമത്തെ സത്യം എന്നത് എന്തു വരുന്നു, അതിനെ പറയാൻ വ്യാവഹാരിക സത്യം എന്നാണ്. റിലേറ്റിവിറ്റി, ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി അതാണ്. അതായത് ഒന്ന് റിലേറ്റീവാണ്, ഒന്ന് റിലേറ്റഡ് ആണ്, ഒന്ന് കണക്റ്റഡ് ആണ്. മറ്റത് പാരമാർത്ഥിക സത്യം. ഈ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഫിസിക്സ് പഠിപ്പിക്കുന്നത് അതെല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് ലെവലിലാണ്, മാസും എനർജിയും എന്നൊക്കെയുള്ള രീതിയിലാണ്, ടൈം സ്പേസ് മാസ് എനർജി മാസ് എന്നൊക്കെയുള്ള രീതിയിലാണ്. എന്നാൽ ഇവിടെ ഭാരത ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് ഒരു ബോധ മനസ്സ് എന്ന പാരമാർത്ഥിക സത്യത്തിലാണ് ജീവിതാനുഭവങ്ങൾ എന്ന വ്യാവഹാരിക സത്യം ഉള്ളത്. ഒരു ഒബ്സർവർ ഉണ്ടെങ്കിലേ ഒബ്സർവേഷൻ ഉള്ളൂ, ഒരു എക്സ്പീരിയൻസർ ഉണ്ടെങ്കിലേ എക്സ്പീരിയൻസ് ഉള്ളൂ, ഒരു ദൃഷ്ടാവുണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ദൃശ്യത്തിലേക്കാണ്, എക്സ്പീരിയൻസിലേക്കാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന നമ്മുടെ അനുഭവങ്ങളിലേക്കാണ്. അനുഭവിക്കുന്നവനിലേക്ക്, ബോധമനസ്സിലേക്ക്, ദൃഷ്ടാവിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് ശ്രദ്ധിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കണോ, അവനവനിലേക്ക് ശ്രദ്ധിക്കണം, നിങ്ങളിലേക്ക് ശ്രദ്ധിക്കണം. അതിനാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഗായത്രി മന്ത്രവും ഒക്കെ ചൊല്ലുന്നത്. കുറച്ചു നേരമെങ്കിലും കണ്ണടച്ച് നിവർന്നിരുന്ന് ആരിലേക്ക് നോക്കണം? ആവൃത്തചക്ഷു അമൃതത്വമിച്ച്. അതായത് ഭൂരിപക്ഷം ആളുകളും പരാഞ്ചികാനേവതമസ്വയംഭൂ, എല്ലാം പുറത്തേക്ക് നോക്കുകയാണ്. പുറത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വായിൽ നോക്കികളാണ്. നമ്മൾ വായിൽ നോക്കിയിരിക്കുക എന്ന് പറയും. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണ്. ഇപ്പോൾ എല്ലാം പുതിയൊരു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മാളിലൊക്കെ പോയിട്ട് വായിൽ നോക്കിയിരിക്കുക, ടൈം പാസ് ചെയ്യുക. വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? കണ്ടവൻ്റെ വായിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് ടൈം പാസ് ചെയ്യുക. ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ്. ഏത്? നമ്മൾ വായിൽ നോക്കുന്നത് ഇത് തന്നെ. കണ്ടവൻ്റെ മെസ്സേജുകൾ നോക്കുക, കണ്ടവൻ്റെ വീഡിയോസൊക്കെ നോക്കി, അങ്ങനെ നമ്മുടെ സമയം പാസ് ചെയ്യുന്നതിൻ്റെ പേരാണ് വായിൽ നോക്കി. കണ്ടവൻ്റെ വായിൽ നോക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ കണ്ടവൻ്റെ വായിൽ നിന്നും വരുന്നത് ആസ്വദിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ്. ഒന്നുകൂടി വിശദീകരിക്കണോ? വായിൽ നോക്കികളല്ലാത്തവരാരെങ്കിലും ഉണ്ടവിടെ? ഞാനടക്കം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളെന്ത് നോക്കണം? മിണ്ടാത്ത നിങ്ങൾ വായിൽ നോക്കികളല്ല. എത്ര പേര് വായിൽ നോക്കികളാണ്? സത്യം പറയും, ഞാൻ ഒരു വായിൽ നോക്കിയാണെന്നുള്ളത്. താത്തിക്കൊള്ളൂ. നമ്മളൊക്കെ ഞാനടക്കം ഒരു വായിൽ നോക്കികളാണ്. അതായത് കണ്ടവൻ്റെ വീഡിയോ അവൻ പറയുന്നത് അത് ആസ്വദിക്കുക. അപ്പം നമ്മൾ കുറച്ച് സമയം വായിലൊക്കെ നോക്കിക്കോളും, പക്ഷെ കുറച്ച് സമയം നമ്മൾ ആരിലേക്ക് നോക്കണം? ആവൃത്തചക്ഷു അമൃതത്വമിച്ച്, അവനവനിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരം സത്യത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കാത്തൊരു കാര്യമാണ്, ഒരു ബോധ മനസ്സുണ്ടെങ്കിലേ ജീവിതാനുഭവം ഉള്ളൂ. ഒരു ബോധ മനസ്സില്ലെങ്കിൽ ജീവിതാനുഭവം നമുക്കാർക്കും ഇല്ല. അത് നമ്മൾ പഠിക്കേണ്ടതായിരുന്നു, അല്ലേ? ശരിയല്ലേ? നോക്കൂ, സയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് സയൻസ്, ആണോ? ഇല്ലാത്തതിനെ കുറിച്ച് പഠിക്കൽ ഒരിക്കലും സയൻസ് അല്ല, ആണോ? ഇപ്പം എനർജി ഉള്ളതാണ്, ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാണ്, ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യനൊരു ബോധ മനസ്സില്ലേ? ആ മനസ്സുള്ളത് കൊണ്ടാണല്ലോ പലതും അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും സ്മരിക്കാനും സകല കഴിവുകളൊക്കെ ഉണർന്നു വരുന്നത്. അങ്ങനെ ഒരു ബോധ മനസ്സുള്ളത് കൊണ്ടല്ലേ? അവർക്ക് പറയൂ നിങ്ങൾ. അപ്പൊ ആ മനസ്സിനെ കുറിച്ച് പഠിക്കുന്നതും സയൻസ് അല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അതിനാരാ പഠിപ്പിക്കുന്നത്? ഇതാണ് ഹിന്ദുമതത്തിന്റെ പ്രത്യേകത. നമ്മുടെ ഋഷിവര്യന്മാര് പഠിപ്പിക്കുന്നത് പുറത്തുള്ളൊരു സബ്ജക്റ്റ് അല്ല, അവർ പഠിപ്പിക്കുന്നത് നമ്മുടെ ബോധ മനസ്സ്. അതുകൊണ്ടാണ് അതിന് നേരത്തെ രാവിലെ പറഞ്ഞില്ലേ, ആത്മവിദ്യ, അധ്യാത്മവിദ്യ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റേ എഡ്യൂക്കേഷന്റെ കൂടെ ഏതും വേണം. ഏത് വേണം? ആത്മവിദ്യ വേണം. എന്ന് വെച്ചാൽ അവനവനെ കുറിച്ച് പഠിക്കുക. അപ്പൊ അവനവനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എളുപ്പമല്ല. അപ്പൊ അതിന് ആചാര്യന്മാര് വേണം. ആര് വേണം? കാരണം ആ വിഷയം മനസ്സിലാക്കിയെടുക്കൽ അത്ര എളുപ്പമല്ല. മറ്റതൊക്കെ നമുക്ക് വല്ല എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാം.
ഇവിടെ നമ്മൾ ഒബ്സർവേഷൻ വേണം, ആത്മനിരീക്ഷണം വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്നത്, ഒരു ധ്യാനത്തിന്റെ കണ്ണിലൂടെ മാത്രമേ, ജ്ഞാനചക്ഷുവിലൂടെ മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. മറ്റു കണ്ണിലൂടെ ആയാലും ഇത് കേൾക്കാൻ മനസ്സിലാവില്ല. ഇത് കുറച്ച് നമ്മൾ മെനക്കെടേണ്ടതുണ്ട്, നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പലർക്കും ഇതൊരു ബുദ്ധിമുട്ട്. ആത്മീയ വിദ്യ ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു 10 മിനിറ്റ് കണ്ണടച്ച് അവനവനിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഋഷി പറഞ്ഞിരിക്കുകയാണ്, ദൃശ്യതേതു അഗ്രയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. കുറച്ചൊരു മനസ്സിന് ഏകാഗ്രത ഉള്ളവർക്ക് ഈ കാര്യം പെട്ടെന്ന് പിടികിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ എന്ത് വേണം, നമ്മളിന്ന് പാകപ്പെടുത്തണം. അപ്പൊ നിങ്ങൾ നോക്കൂ, വീടുകളിലൊക്കെ പണ്ട് കാലത്ത് കൃഷിയുള്ള കാലം, ഏപ്രിൽ മാസമായ വിത്ത് വിതയ്ക്കുന്നൊരു കാലം. അപ്പൊ ഈ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് പാടമൊന്ന്, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചേന നടും, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ, ഈ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടുമ്പോൾ ആ കുഴി ഒന്ന് എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് വെറുതെ കൊത്തിയൊരു കുഴി ഇട്ടിട്ട് അങ്ങോട്ട് ചേമ്പും ചേനയൊക്കെ നട്ടാ വരുന്നതാണോ? എന്ത് ചെയ്യണം, അവിടെ ഒരു കുഴിയൊക്കെ കുത്തി അതിലിത്തിരി ചാണകവും കുറച്ച് ചപ്പു ചവറൊക്കെ ഇട്ട് ആ കുഴി അതൊന്ന് പാകപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നത്. ആണോ അല്ലയോ? ഇതുപോലെ മനസ്സിനെ ഈ ഒരു കാര്യം ഗ്രഹിക്കാൻ നമുക്കൊന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. ആ പാകപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. എന്താണ്? അപ്പൊ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിൽ 2 കാര്യങ്ങളാണ്. കൃത്യമായി നമ്മൾ എണീക്കുന്നു, കുറച്ചെല്ലാം ചില ഉപാസനാദികൾ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ജപിച്ച് അപ്പൊ ജപിക്കുമ്പോഴെന്താ ഉണ്ടാവുന്നത്? മനസ്സിലെ ചിന്തകൾ ക്രമേണ കെട്ടടങ്ങി മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിച്ചു വരുമ്പോൾ ഈ പറയുന്ന വിഷയം ഒരു സ്പാർക്ക് പോലെയാണ്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ വെടിക്കെട്ട് നടക്കുമ്പോണ്ടല്ലോ, ഒരൊറ്റ ലേശം തീ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീ അങ്ങോട്ട് കത്തിപ്പിടിച്ച് പിന്നെ അങ്ങോട്ട് പടപടപട പൊട്ടലാണ്. ആണോ? ഇതുപോലെ ഈ മനസ്സൊന്ന് പാകപ്പെട്ടാൽ, ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ പിന്നെ കത്തിപ്പിടിച്ചു. നമ്മൾ എത്ര സപ്താഹം കേട്ടിട്ടും കത്തിപ്പിടിക്കാത്തതിന്റെ കാരണം, നമ്മൾ എത്ര കേട്ടാലും ഇത് കത്തിപ്പിടിക്കാത്തതിന്റെ കാരണം എന്താണ്? തൃശ്ശൂർ പൂരത്തിന്റെ പടക്കം പൊട്ടിയതുപോലെയാണ്. തൃശ്ശൂർ പൂരത്തിന് ഇപ്രാവശ്യം വെടിക്കെട്ടുണ്ടായപ്പോൾ ആരോ വെള്ളം ഒഴിച്ചത്രേ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊട്ടുപോയത് എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ കൃഷി ചെയ്യാനുള്ള ഭൂമി വേണ്ട പോലെ, ഉറക്കെ പറയൂ, എത്ര പേരുടെ പാകപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? നന്നായി. അവനവൻ പാകപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ളത് എത്ര പേരുണ്ടാവും? ഇതുവരെ പാകപ്പെട്ടില്ല എന്ന് തോന്നിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെ എന്നും പാകപ്പെട്ടില്ല എന്ന് തോന്നണേ. നമുക്ക് ഇടയ്ക്കെങ്കിലും തോന്നണം, ഞാൻ ഇതിനൊക്കെ ഒരു പാത്രമായി തീരണം. നിങ്ങൾ രാമായണം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഹനുമാൻ സ്വാമിക്ക് സീതാദേവി ഉപദേശം കൊടുക്കുമ്പോൾ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറയും, നമ്മുടെ തത്വമറിയുവാൻ ഇവൻ പാത്രമിവൻ എന്നൊരു വാക്ക് ആരുടെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? രാമായണം വായിച്ചാലേ ശ്രദ്ധയിൽ വരുള്ളൂ. രാമായണം വായിച്ചിട്ട് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ തത്വം അറിയുവാൻ ഇവൻ പാത്രമിവൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പാത്രമായിട്ടാണോ വന്നിരിക്കുന്നത്? ഒരു വലിയ പാത്രമായിട്ടാണോ വന്നിരിക്കുന്നത്? എന്ത് പാത്രം? അതായത് മനസ്സ് ഈ കാര്യം മനസ്സിലാക്കാൻ പാകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഉപാസനാദി സംസ്കാരമില്ലാത്തവർക്ക് ഈ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഈ കാത് കേൾക്കാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയാണ്. എത്ര വെടി പൊട്ടിച്ചാലും സപ്താഹത്തിന് പോണോ? ഇവിടെ മഴയൊന്നുമില്ല എന്ന്. അല്ല, സപ്താഹത്തിന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന്. അവര് സപ്താഹത്തെ കുറിച്ചല്ല കേൾക്കുന്നത്, സപ്താഹത്തെ കുറിച്ചല്ല പറയുന്നത്. ഈ തിരുവല്ലയ്ക്കടുത്ത് കോഴഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞങ്ങൾ ഒരിക്കലും ആ വഴിക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് കോഴഞ്ചേരി എത്തി. ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടുന്ന് ഒരാളോട് ചോദിച്ചു, ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലം ഇത് കോഴഞ്ചേരി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ കോഴിയൊന്നുമില്ല. ഈ കോഴിക്കച്ചവടത്തിന്റെ കാര്യമാണ് അയാൾ ചിന്തിക്കുന്നത്, അയാളുടെ വിചാരം. കോഴിയൊന്നുമില്ല. കോഴഞ്ചേരി ആണോ ഇത്? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പാരമ്പര്യമില്ല കോഴി.
അയാൾ അതിൽ തന്നെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ ചോദിക്കുന്നതൊന്നും പറയുന്നത് മറ്റൊന്നും, പറയുന്നത് മനസ്സിലാവില്ല. കാരണം മനസ്സ് വേണ്ട പോലെ ഇതിന് പാകപ്പെടാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി പിന്നെ ഉപാസന ചെയ്ത് ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. എന്താ ഉറപ്പിക്കേണ്ടത്? ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തണമെങ്കിൽ, ഏത് പ്രശ്നങ്ങളെയും നേരിടണമെങ്കിൽ, അതിനെ മറികടക്കണമെങ്കിൽ എൻ്റെ ശ്രദ്ധ അനുഭവത്തിലേക്കാവരുത്, അനുഭവിക്കുന്നവനിലേക്കാവണം. ദൃശ്യത്തിലേക്കാവരുത്, ദൃഷ്ടാവിലേക്കാവണം. അപ്പൊ എവിടേക്ക് വരണം ശ്രദ്ധ? എൻ്റെ ബോധ മനസ്സിലേക്ക് വരണം. കാരണം ബോധ മനസ്സിലേക്ക് വരാൻ പറയുന്നതിന് കാരണം അതിനെ നമുക്ക് ക്രമീകരിക്കാനുള്ള ചില കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഈശ്വരീയമായി കിട്ടിയ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ട്യൂൺ യുവർ മൈൻഡ്, യു ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ്. നിങ്ങളുടെ ഹോൾ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു കഴിവ് നമ്മുടെ കയ്യിൽ, ഒരു സ്റ്റിയറിംഗ് തരുന്ന പോലെ നമുക്ക് ഈ ഒരു കഴിവ് തരികയാണ്. യു കനോട്ട് കൺട്രോൾ ദ ടൈം, യു ഹാവ് നോ കൺട്രോൾ ഓവർ ദ എക്സ്പീരിയൻസ്, ബട്ട് യു ഹാവ് കൺട്രോൾ ഓവർ ദ എക്സ്പീരിയൻസ്. അത് നമുക്ക് വേണം. എങ്കിൽ നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് വരണം? നമ്മളിലേക്ക് വരണം. ഗീതയിൽ 15-ാം അധ്യായത്തില് 10-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉത്ക്രാമന്തം സ്ഥിതം വാഭി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഉത്ക്രാമന്തം, ഉണർന്നു വരുന്ന, സ്ഥിതം, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന, ഭുഞ്ജാനം, പലതും ഭുജിക്കുന്ന ആ മനസ്സിനെ പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഏത് കണ്ണുകൊണ്ട് കാണാം? ഏത് കണ്ണുകൊണ്ട് കാണാം? അപ്പൊ നമ്മൾ മാംസക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്ന പോലെ ജ്ഞാനക്കണ്ണുകൊണ്ട് ഈ മനസ്സിൽ ചിന്തകളൊക്കെ ഉണർന്നു വരുന്ന മനസ്സിനെ കാണാൻ നമ്മളൊന്ന് പരിശീലിപ്പിക്കണം. അതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് നിങ്ങളോട് പറയണ, ഓരോ പോയിന്റുകളും നമ്മൾ തലയിൽ ഉറപ്പിക്കുക. ജീവിതം പരിവർത്തനം വരുത്തണം. ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എനിക്ക് തരണം ചെയ്യണമെങ്കിൽ എൻ്റെ ശ്രദ്ധ ഞാൻ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്നിലേക്ക് കൊണ്ടുവരണം. എങ്ങോട്ട് കൊണ്ടുവരണം? അനുഭവങ്ങളെയല്ല ഞാൻ നോക്കേണ്ടത്, അനുഭവങ്ങളെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കേണ്ടത്, അനുഭവിക്കുന്നവനിലേക്ക് ഞാൻ ശ്രദ്ധിക്കുക. ആരിലേക്ക്? അനുഭവിക്കുന്നവനില്ലെങ്കിലോ അനുഭവമില്ല. മരിച്ചു കിടക്കുന്ന ആൾക്കിന് എന്താ അനുഭവം? അതുകൊണ്ടല്ലേ നമ്മൾ ധൈര്യമായിട്ട് നെഞ്ചത്തടിച്ച് കരയുന്നത്. മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ മുന്നിൽ ഭാര്യ ധൈര്യത്തിൽ എന്താ കരയാൻ കാരണം? ഇനി ആ മനുഷ്യൻ കേൾക്കില്ല എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? കേൾക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയൂ, അയ്യോ എന്നെയും കൂടെ കൊണ്ടുപോണേ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോലെ, ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ്. ഇനി അങ്ങനെ ആ മനുഷ്യൻ എങ്ങാനും കേട്ടിട്ട് പറയണമെന്നാ, മീനാക്ഷി നീയും കൂടെ വാന്ന്, ആ ഭാര്യ അവിടുന്ന് ഓടി സ്ഥലം വിട്ടിട്ട് മക്കളോട് പറയും നല്ല മുറുക്കി കിട്ടുന്ന എന്തോ പിച്ചും പേയും പറയുന്നു. പണ്ടൊക്കെ അങ്ങനെ കരയില്ലായിരുന്നോ? ഗ്രാമങ്ങളിലൊക്കെ കരയില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരണാനന്തര ചടങ്ങ് തമിഴ്നാട്ടിലാണ്. റീസെന്റ് എനിക്കൊരു സപ്താഹം ഉണ്ടായിരുന്നേ അവിടെ മഹാലിംഗപുരത്ത്. അപ്പൊ ഞാൻ അവിടെ സപ്താഹത്തിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ ഗംഭീര അടി, ബാൻഡൊക്കെ അടിച്ചിട്ട് ചെണ്ടൊക്കെ അടിച്ചിട്ട് 2-3 പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി ഡാൻസൊക്കെ. ഞാൻ വിചാരിച്ചു എന്തോ അമ്പലത്തിലെ ഘോഷയാത്രയായിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് മരണം കൊണ്ടുവരും, മരിച്ച ബോഡി കൊണ്ടുവരികയാണ്. അപ്പം ആരാ ഈ ഡാൻസ് കളിക്കുന്നത് ചോദിച്ചാൽ മരുമക്കളാണത്രേ. അപ്പോൾ ഉറപ്പാണല്ലോ ആരാ മരിച്ചത്. നിങ്ങൾ ചിരിക്കുമ്പോഴേ മനസ്സിലാവും ആരായിരിക്കും മരിച്ചിട്ടുണ്ടാവുക. അവരുടെ അമ്മയല്ല, അമ്മായിയമ്മ മരിച്ച സന്തോഷത്തില് മരുമക്കള് സന്തോഷമായിട്ട് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് വരികയാണ് അവര്. അപ്പൊ നോക്കൂ, അവരുടെ ആ സന്തോഷം നോക്കൂ നിങ്ങള്.
എന്ന് പറഞ്ഞ പോലെ മരണത്തെ ആഘോഷിക്കുന്നത് അവരെ പടക്കൊക്കെ പൊട്ടിച്ച് ആ മനുഷ്യനെ. അതാണ് നോക്കൂ, സാധാരണ നമ്മൾ ഇവിടെയൊക്കെ കടത്തിയിട്ടല്ലേ കൊണ്ടുപോവുക, അവിടെ നല്ല അവർ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുക. ഇതൊക്കെ കണ്ട്, ഇതെല്ലാം കണ്ട് അയാളെ ചാരി ഇരുത്തി, അയാൾ ഇതൊന്നും കേൾക്കില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർ പടക്കൊക്കെ അടുത്താ പൊട്ടിക്കുക. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ അനുഭവിക്കുന്നവനുണ്ടെങ്കിലേ എന്തുള്ളൂ? അനുഭവിക്കുന്നവനുണ്ടെങ്കിലേ അനുഭവമുള്ളൂ. അനുഭവിക്കുന്നവനിലേക്ക് ശ്രദ്ധ വരണം. അപ്പൊ ഈ ശ്ലോകം നിങ്ങൾ ഓർത്തു വെക്കണം. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. കണ്ണിന്നു കണ്ണുപൊരുൾ, കണ്ണിൻ്റെ കണ്ണുപൊരുൾ മനമാകുന്ന കണ്ണ്. അപ്പൊ എങ്ങോട്ട് ശ്രദ്ധ വരണം? തൻ്റെ ഉള്ളിലേക്ക് വരണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു ബോധ മനസ്സുള്ളത് കൊണ്ടാണ് ജീവിതമുള്ളത്. പറയൂ, ബോധ മനസ്സുള്ളത്. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ബോധ മനസ്സുള്ളത് കൊണ്ടാണ് ജീവിതമുള്ളത്. ബോധ മനസ്സില്ലെങ്കിലോ എന്ത് ജീവിതത്തെക്കുറിച്ച് പറയാൻ പറ്റും? അല്ലേ? ബോധ മനസ്സുള്ളത് കൊണ്ടാണ് ഉറക്കെ പറയൂ ജീവിതമുള്ളത്. അപ്പൊ ഈ ബോധ മനസ്സിന്റെ സാധ്യതകൾ, ഈ ബോധ മനസ്സിന്റെ ശക്തി, ഇതൊന്നും നമ്മളാരും ഇതുവരെ ഉറക്കെ പറയൂ പഠിച്ചിട്ടില്ല. അത് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടി ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം വരുമായിരുന്നു.